സംസ്ഥാനത്ത് വരൾച്ച മൂലം 275 കോടിയുടെ കൃഷിനാശം. നോക്കാം വിശദമായി. കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഫെബ്രുവരി 1 മുതൽ മെയ് 15 വരെയുള്ള കണക്കാണിത്. 51,347 കർഷകരുടെ 20,116.19 ഹെക്ടറിലെ കൃഷിക്കാണ് നാശം സംഭവിച്ചത്. ഇടുക്കിയിലാണ് കൃഷിനാശം കൂടുതൽ, 147.18 കോടി. ഇവിടെ 29,330 കർഷകരുടെ 11,896 ഹെക്ടറിലെ കൃഷി നശിച്ചു. ഏലം കൃഷിയിലാണ് വരൾച്ച വൻ നഷ്ടമുണ്ടാക്കിയത്. ബാക്കി നിൽക്കുന്ന ഏലത്തിന്റെ 80% നാശത്തിന്റെ വക്കിലാണ്. കുറവ് നഷ്ടം എറണാകുളത്താണ്. 95.45 ലക്ഷം രൂപയുടെ കൃഷിനാശം. 755 കർഷകരുടെ 29 ഹെക്ടറിലെ കൃഷി ഇവിടെ നശിച്ചു. ആലപ്പുഴയിൽ 1,313.68 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത്. 1,666 കർഷകർക്കായി 11.85 കോടിയുടെ നഷ്ടം. കണ്ണൂരിൽ 9.48 കോടിയുടെ കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 143 ഹെക്ടറിലെ 3,900 കർഷകരുടെ കൃഷി നശിച്ചു. കാസർഗോഡ് 2,336 ഹെക്ടറിലെ കൃഷി നശിച്ചപ്പോൾ ഉണ്ടായത് 4.98 കോടിയുടെ കൃഷിനാശമാണ്. 644 കർഷകരുടെ ഉപജീവനമാണ് ഇല്ലാതായത്. കൊല്ലത്ത് 8.35 കോടിയുടെ കൃഷിനാശം ഉണ്ടായി. 3,092 കർഷകരുടെ 116 ഹെക്ടറിലെ കൃഷി നശിച്ചു. കോട്ടയത്ത് 187 ഹെക്ടറിലായി 1,156 കർഷകരുടെ കൃഷി നശിക്കുകയുണ്ടായി. നഷ്ടം 6.02 കോടി. കോഴിക്കോട് 4.73 കോടിയുടെ കൃഷിനാശമുണ്ടായി. 1,204 കർഷകരുടെ 674 ഹെക്ടറിലെ കൃഷി ചൂടെടുത്തു. മലപ്പുറത്ത് 1,616 കർഷകരുടെ 714 ഹെക്ടറിലെ കൃഷി നശിച്ച് 14.44 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. പാലക്കാട് 1,903 ഹെക്ടറിലെ 6,080 കർഷകരുടെ 54.23 കോടിയുടെ കൃഷി വാടിത്തളർന്നു. പത്തനംതിട്ടയിൽ 514 കർഷകരുടെ 2.76 കോടിയുടെ കൃഷി നശിക്കുകയുണ്ടായി. 87 ഹെക്ടറിലെ കൃഷിയാണ് കരിഞ്ഞുണങ്ങിയത്. തിരുവനന്തപുരത്ത് 2.24 കോടിയാണ് കൃഷിനാശം. 303 കർഷകരുടെ 124 ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത്. 3.52 കോടിയുടെ കൃഷിനാശമുണ്ടായ തൃശ്ശൂരിൽ 410 കർഷകരുടെ 237 ഹെക്ടറിലെ കൃഷി നശിച്ചു. വയനാട് 7.40 കോടിയുടെ കൃഷിനാശമുണ്ടായി. 657 കർഷകരുടെ 351 ഹെക്ടറിലെ കൃഷി നശിച്ചു. വരൾച്ച മൂലം കൃഷിനാശം സംഭവിച്ച കുമിളി, കട്ടപ്പന, ദേവികുളം, ഉടമ്പൻചോല മേഖലയിലെ കൃഷിയിടങ്ങൾ കൃഷിമന്ത്രി പി പ്രസാദ്, ജലസേചന മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിക്കുകയുണ്ടായി. കർഷകർ, ജനപ്രതിനിധികൾ, വിവിധ കർഷക സംഘടന, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തി. വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെടുമെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു.